എന്നിട്ട് ഇമാം ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയുകയാണ്, ഇത് വളരെ ലളിതവും എളുപ്പവുമുള്ള ഒരു ചികിത്സയാണ്, വളരെ എളുപ്പവും ലളിതവുമായ ഒരു മരുന്നാണ് ഫാത്തിഹ കൊണ്ട് മന്ത്രിക്കുക എന്നുള്ളത്. വലൗ അഹ്സനൽ അബ്ദു തദാവിയ ബിൽ ഫാത്തിഹ, ഒരു അടിമ ഫാത്തിഹ കൊണ്ട് മന്ത്രിക്കാൻ, ചികിത്സിക്കാൻ നല്ല രീതിയിൽ പഠിക്കുകയാണ് എങ്കിൽ, അതിനെ മനസ്സിലാക്കുകയാണ് എങ്കിൽ, നിശ്ചയമായും അതിൽ അത്ഭുതകരമായ പ്രതിഫലനങ്ങൾ, അത്ഭുതകരമായിട്ടുള്ളതായ ഷിഫാ, അതിന്റെ തഅ്സീർ, സ്വാധീനം അവന് കാണാൻ സാധിക്കും എന്ന് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പഠിപ്പിക്കുകയില്ല. അപ്പോൾ ഇവിടെ പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് കൊണ്ടുവന്നു. എന്തിന്? ഇത് ഷിഫ ആണ് എന്നുള്ളതിലേക്ക്. അതിനുശേഷം ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ഉണ്ടായിരിക്കുന്ന ഒരു അനുഭവം അദ്ദേഹം കൊണ്ടുവരികയാണ്. ഞാൻ കുറച്ചു കാലം മക്കയിൽ താമസിച്ചു. മക്കയിൽ താമസിക്കുമ്പോൾ എനിക്ക് ചില രോഗങ്ങൾ എന്നെ പിടികൂടി, എന്നെ ബാധിച്ചു. ഞാൻ ഡോക്ടർമാരെ കണ്ടില്ല, അതേപ്രകാരം മരുന്നുകളും എനിക്ക് ലഭിച്ചില്ല. ഈ സന്ദർഭത്തിൽ ഞാൻ എന്റെ നഫ്സിനെ ഫാത്തിഹ കൊണ്ട് ചികിത്സിച്ചു. അത്ഭുതകരമായ നിലയിൽ അതിന്റെ സ്വാധീനം എനിക്ക് കാണാൻ സാധിച്ചു. അദ്ദേഹം പറയുകയാണ്, രോഗം കൊണ്ട്, വേദനകൾ കൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് ഞാൻ ഈ മരുന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു. അവരിൽ ധാരാളം ആളുകൾക്ക് വളരെ വേഗതയിൽ രോഗശമനം ഉണ്ടായി എന്ന് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുകയാണ്. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആൻ ഷിഫ ആണ്. അതുകൊണ്ട് മന്ത്രിച്ചാൽ വലിയ അത്ഭുതകരമായ റിസൾട്ടുകൾ നമുക്ക് കാണാൻ സാധിക്കും എന്ന് ഉറപ്പിച്ച് തന്നെ ഖുർആനിന്റെയും ഹദീസിന്റെയും തെളിവുകൾ വെച്ചുകൊണ്ട് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുകയാണ്. ഇതിന്റെ